നമ്മൾ മലയാളികൾക്ക് ചോറുണ്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അല്ലേ. അപ്പം നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭവത്തെപ്പെട്ടാണ് ചോറ്. ചോറ് ചിലപ്പോൾ വെക്കുമ്പോൾ നമുക്ക് കൂടുതലായി പോകും. അതേമാതിരി ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതലൊക്കെ ഉണ്ടാവും. അങ്ങനെ ചോറ് കൂടുതൽ വന്നിട്ടുണ്ടോ എന്നാൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു വിഭവമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതിനെ എടുത്ത് ഇതാ ഇങ്ങനെ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനധികം സമയമൊന്നും വേണ്ട കേട്ടോ, 5 മിനിറ്റ് താഴെ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഇവിടെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം, കുറച്ച് അരയാനുള്ള വെള്ളം മാത്രമേ വേണ്ടൂ, ഒരുപാട് വെള്ളം വേണ്ട. ലൂസായ പരുവത്തിലല്ല, കുറച്ച് തിക്കായി തന്നെയാണ് ഇത് വേണ്ടത്. അതിനി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതൊരു 2-3 മിനിറ്റേ വേണ്ടൂ ഇത് അരയ്ക്കാനായിട്ട്, അത്ര പോലും വേണ്ട. ഇതാ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഈ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവേണ്ടത്, ഒരുപാട് ലൂസ് ആവരുത്. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകവും ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ എള്ളും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ചോറുണ്ടോ അതിനനുസരിച്ച് ഉപ്പും മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുക. ബാക്കി എള്ളും ജീരകമൊക്കെ ഇട്ട് ചേർത്ത് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത് റെഡിയാക്കി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതാ ഈ സ്റ്റാർ ഷേപ്പിലുള്ള നമ്മുടെ സേവനാഴിയുടെ ചില്ലാണ് വേണ്ടത്, അതിലാണ് ഇടുന്നത്. അപ്പം നമ്മളിതാ സേവനാഴിയുടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സേവനാഴി ഇല്ലായെങ്കിലും ഇതുണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പം ഇതിനെ ഇതാ അതിലേക്ക് ചോറിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചോറ് അരച്ചതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതാ ഇതേമാതിരി ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് നുള്ളിയിടാനും പറ്റും. അങ്ങനെയും ഇത് ഉണ്ടാക്കിയെടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി ഉണങ്ങാൻ ടൈം എടുക്കുന്നു മാത്രം. പിഴിയുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാതെ വളരെ ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ എൻ്റെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ റെഡി ആയേണ്ടത് ഈ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട്, ഉരുളയല്ല നമ്മളൊക്കെ നുള്ളിയിടുക എന്നാണ് പറയുക, അങ്ങനെ ഇടാം. ഇതിൻ്റെ അമ്മമ്മയൊക്കെ സ്ഥിരമായിട്ട് ചോറ് ബാക്കി വരുമ്പോൾ ഉണ്ടാക്കിയിരുന്ന ഒരു ഡിഷ് തന്നെയാണ്. ഇനി ഇതിനെ ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഉണങ്ങി വരട്ടെ. ഇത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കുള്ള ഇതെങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. നല്ലോണം ഉണങ്ങണം. പിറ്റേ ദിവസത്തേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിൽ നിന്ന് തുണിയിൽ നിന്ന് എടുക്കാം. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആവണം. ഒരു കറുമുറാന്നാവുന്ന വിധത്തിൽ നമ്മുടെ ആയി കിട്ടണം. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്ത് നോക്കാം. ഇതിനെ നിങ്ങൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. കൊണ്ടാട്ടം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് കൊണ്ടുള്ള കൊണ്ടാട്ടം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. കണ്ടോ, അധികം സമയം വേണ്ട, അധികം എഫേർട്ടൊന്നും ഇല്ല, വളരെ പെട്ടെന്ന്. ഇതിപ്പോൾ കേർഡ് റൈസിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ എന്തെങ്കിലും റൈസ് ഐറ്റംസിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. കൊണ്ടാട്ടം എപ്പോഴും സൂക്ഷിക്കുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിരിക്കണം. അതുപോലെ തന്നെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയും വേണം. ഇനി നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറുമുറുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിനെ ഒരു ബോക്സിലാക്കി വെച്ചാൽ കേർഡ് റൈസ് അല്ല, എന്ത് റൈസിൻ്റെ കൂടെയും വെറുതെയും തിന്നാം ഇന്നത്തെ ഈ കൊണ്ടാട്ടം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എൻ്റെ ചാനലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ബൈ.